ലോകത്ത് ട്രാവൽ ടൂറിസം രംഗത്ത് അത്ഭുതാവഹമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വ്യോമയാന രംഗത്തും ഹോസ്പിറ്റാലിറ്റി രംഗത്തും മെഡിക്കൽ ടൂറിസം രംഗത്തുമൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ഇതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു. പക്ഷേ നിരാശപ്പെടുത്തിയത് കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം ഇതൊന്നും കാണുന്നില്ല എന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എല്ലാ മേഖലയിലും ഉപയോഗിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇത്. ഖത്തർ എയർവേസിൻ്റെ സമ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർ ഹോസ്റ്റസ് ആണ്. ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും സമ നമുക്ക് കൈമാറും. സമയോട് പല ഭാഷകളിൽ നമുക്ക് സംസാരിക്കാം. ഖത്തർ എയർവേസിൽ എത്ര ബാഗേജ് കൊണ്ടുപോകാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ട്രാവൽ ടൈം, മറ്റ് ഷെഡ്യൂളുകളെല്ലാം തന്നെ സമ പറഞ്ഞു തരും. ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ മേഖലകളിലേക്ക് വരും കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള എയർ ഹോസ്റ്റസിനെയും ക്യാബിൻ ക്രൂവിനെയും ഒക്കെ ഖത്തർ എയർവേസും മറ്റുമൊക്കെ ഉപയോഗിക്കും. In Dubai, you can visit iconic landmarks like the Burj Khalifa, explore the Dubai Mall, go on a desert safari, experience the traditional souks, enjoy water sports at Jumeirah Beach, and visit the Palm Jumeirah. Don't forget to indulge in the city's vibrant dining scene and experience the luxury shopping options. ലോക ടൂറിസം രംഗത്തെ മാറ്റങ്ങളുടെ സാക്ഷ്യമാണ് ഖത്തർ എയർവേസിന്റെ സമ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന എയർ ഹോസ്റ്റസ്. സമ ഒരു സൂചന മാത്രമാണ്. രാജ്യങ്ങൾ, 2300-ലധികം സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, വിനോദത്തിന്റെ വിശാല ലോകം. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്ന ആഗോള പ്രദർശന വേദിയിലേക്ക് ചുരുങ്ങിയ നാളുകൾ. 4 ദിവസങ്ങളിലായി ലോകത്തെ വിസ്മയ കാഴ്ചകളും അതിരില്ലാത്ത ആഘോഷ സാധ്യതകളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് പരിചയപ്പെടുത്തി. 40,000-ലധികം സന്ദർശകരാണ് ദുബായിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇത്തവണ എത്തിയത്. മുൻപൊന്നുമില്ലാത്ത സന്ദർശക തിരക്ക്. UAE tourism has always been expanding, and the number of visitors have increased day by day. Yes, and now it has also become a 365-day destination. So we see visitors even in off season. When it is June, July, and August. We have a lot of groups from other parts of the world, India, Pakistan, as well as African countries as well. ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം യൂറോപ്പും അമേരിക്കയും തെക്ക് കിഴക്കൻ രാജ്യങ്ങളും മേളയിൽ ടൂറിസം സാധ്യതകൾ പങ്കുവച്ചു. മലേഷ്യയും ഇന്തോനേഷ്യയുമെല്ലാം മനോഹര കാലാവസ്ഥ ഉയർത്തിക്കാട്ടിയാണ് സന്ദർശകരെ ക്ഷണിച്ചത്. ഇന്ത്യയിൽ നിന്നും 52 പ്രദർശകർ ഇത്തവണ മേളയ്ക്കെത്തി. ഉത്തർപ്രദേശും ഗുജറാത്തും കാശ്മീരും മധ്യപ്രദേശും ഗോവയുമെല്ലാം വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും ക്ഷണിച്ചു. We have more than 52 tour operators, state government all taken together who are participating, and 5 state governments are also participating in this, and we are number 2 in terms of the Indians are 2nd in terms of number of footfalls who are going visiting ATM Dubai. കശ്മീരിന്റെ സൗന്ദര്യവും ഗോവയുടെ കടൽ കാഴ്ചകളുമെല്ലാം ഇന്ത്യ അതിമനോഹരമായി അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ അവതരിപ്പിച്ചു. പക്ഷേ കേരളം മാത്രം ഈ മേളയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയോ പങ്കെടുക്കുകയോ ചെയ്തില്ല. കേരളത്തിലേക്ക് ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന ഒരു മേഖല ഗൾഫ് രാജ്യങ്ങളാണ്. എന്നിട്ടും നീതീകരണമില്ലാത്ത വീഴ്ച ഇക്കാര്യത്തിലുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് വിട്ടുനിന്നു എന്നാണ് കേരള ടൂറിസത്തിന്റെ വാദം. എന്നാൽ കഴിഞ്ഞ വർഷം രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയതാണ്. മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ മേളയ്ക്കെത്തുകയും ചെയ്തു. ഇവിടെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ഒരു ലജ്ജയുമില്ലാതെ മുടന്തൻ ന്യായം പറയുന്നത്. വ്യോമയാന രംഗത്തെ കരാറുകളും പ്രഖ്യാപനങ്ങളുമാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ നേട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി ദുബായ് അൽമക്തും വിമാനത്താവളം വികസിപ്പിക്കുന്നതിന്റെ വിശദാംശങ്ങൾ മേള പങ്കുവച്ചു. റാസൽ ഖൈമ ടൂറിസത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പറക്കും ടാക്സികളുടെ വരവ്, എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങളുടെ നവീകരണ പ്രഖ്യാപനം, നിരവധി കരാറുകളും ധാരണാപത്രങ്ങളും അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ പുതിയ സീസണിൽ പിറന്നു.
UAEയും സൗദി അറേബ്യയും ഖത്തറുമെല്ലാം അടങ്ങുന്ന മിഡിൽ ഈസ്റ്റിലെ പവലിയനുകളിലായിരുന്നു ഏറ്റവും വലിയ തിരക്ക്. വിമാന കമ്പനികൾ, ട്രാവൽ ടൂറിസം രംഗത്തെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരെല്ലാം പുതിയ സാധ്യതകൾ പങ്കുവച്ചു. ഹോട്ടൽ റിസോർട്ട് രംഗത്തെ പ്രമുഖരായിരുന്നു മറ്റൊരു സാന്നിധ്യം. From 2023, if you see, it has increased in a good level. We have good queries from Asian market, from European market, from China, Japan and all. So DTCM is actually doing a very great job of doing this ATM. Last year ATM was also good, but this time what they have done for UAE is fantabulous. They are doing absolutely, they have done a very good job. The crowd, you can see what you saw last year was, now the crowd is more in that. കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം നല്ല റഷാണ്. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു, ഈ കൊല്ലം നല്ല റഷ് ഉണ്ട്. നമ്മളെല്ലാം പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാണ്. മൈസ്, കോർപ്പറേറ്റ് ട്രാവൽ, ഹോളിഡേയ്സ് ഇപ്പം കുറേ കൂടിയിട്ടുണ്ട്. ആൾക്കാരിപ്പോൾ ബിസിനസ്സിന് പോയാലും കുറേ നിന്നിട്ട് ലൈജറൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഏകീകൃത GCC ടൂറിസ്റ്റ് വിസ എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ പ്രഖ്യാപനവും ട്രാവൽ മാർക്കറ്റിൽ ഉണ്ടായി. ഒരു വിസയിൽ 6 രാജ്യങ്ങൾ സന്ദർശിക്കാൻ കഴിയുമ്പോൾ ടൂറിസം മേഖലയിലുണ്ടാകുന്ന ഉണർവ് ചെറുതാകില്ല. GCCയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ തീരുമാനം. അടുത്ത അറേബ്യൻ മാർക്കറ്റിന് മുൻപ് ഈ സ്വപ്നവും യാഥാർത്ഥ്യമാകും. ഗൾഫ് നാടുകളിലെ ജീവിതവും കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.